അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇമാം തുർമുദി റളിയല്ലാഹു അൻഹു പറഞ്ഞു തരുന്ന ഒരു ഹദീസ്, കാന അഖവാനി അല അഹ്ദി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുത്തുനബിയുടെ കാലഘട്ടത്തിൽ രണ്ട് സഹോദരന്മാരുണ്ടായിരുന്നു, ജ്യേഷ്ഠനും അനുജനും. അതിൽ ഒരാള് മുത്തുനബിയുടെ അടുക്കൽ വന്ന് ദീനി പഠിക്കുകയും എല്ലാ സമയത്തും ഇൽമു പഠിക്കുന്ന അങ്ങനെ ഒരു സ്വഭാവമായിരുന്നു. പള്ളിയിലേക്ക് വരിക, ദീനി പഠിക്കുക, മുത്തുനബിയുടെ ക്ലാസ് കേൾക്കുക, മറ്റുള്ള കാര്യങ്ങളിലൊന്നും ഇടപെടുകയില്ല. പണമുണ്ടാക്കണമെന്നോ ജോലി ചെയ്യണമെന്നോ അതൊന്നും ചിന്തിക്കല്ല. ഇൽമു പഠിക്കാൻ വല്ലാത്ത താല്പര്യമാണ്. വൽ ആഖിറു യഹ്തരിഫു, മറ്റൊരാൾ ജോലി ചെയ്യുകയാണ്, നല്ലോണം അധ്വാനിക്കുന്ന ആളാണ്, വീട്ടിന്റെ കാര്യങ്ങളൊക്കെ നോക്കുന്ന ആളാണ്. ഇങ്ങനെ ഒരു പ്രകൃതിയാണ് മറ്റേ സഹോദരൻ. അദ്ദേഹത്തിനിക്കാണെങ്കിലോ ഈ ഇൽമു പഠിക്കുന്ന സഹോദരനെ കാണുമ്പോൾ വല്ലാത്ത വിഷമമാണ്. കാരണം ഞാൻ മാത്രമാണല്ലോ അധ്വാനിക്കുന്നത്, വീട്ടിന് വേണ്ടി ഞാനല്ലേ ജോലി ചെയ്യുന്നത്, ഇതിനെല്ലാം പള്ളിയിൽ പോയി പഠിക്കേണ്ടതുണ്ടോ? ഇദ്ദേഹം കൂടി ജോലി ചെയ്തിരുന്നെങ്കിൽ നല്ലായിരുന്നല്ലോ, ഒന്നും കൂടി നമുക്ക് വീട്ടിന്റെ കാര്യങ്ങളൊക്കെ എളുപ്പമായിരുന്നല്ലോ എന്ന് എന്നും ഈ സഹോദരൻ ജോലിക്ക് പോകുന്ന സഹോദരനിക്ക് ഇദ്ദേഹത്തിനെ കുറിച്ച് എന്നും ആവലാതിപ്പെടുകയാണ്. അങ്ങനെ ഒരു ദിവസം മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് ആ സഹോദരൻ ജോലിയിലേക്ക് മാത്രം പോകുന്ന ആ സഹോദരൻ മുത്തുനബിന്റെ അടുക്കൽ വന്നുകൊണ്ട് പറയാണ്, യാ റസൂലല്ലാഹ്, എൻ്റെ ആ മറ്റു സഹോദരനുണ്ടല്ലോ, അദ്ദേഹം എന്നും ഇവിടെ വരികയാണ്, എന്നും ഇൽമു പഠിക്കുകയാണ്. അപ്പൊ തങ്ങളൊന്ന് പറഞ്ഞ് അദ്ദേഹത്തിനൊന്ന് ജോലിക്ക് അയക്കണം, ജോലിക്ക് പോകാൻ വേണ്ടി പറയണം. ഞാൻ മാത്രം അധ്വാനിച്ചിട്ടാണ് ഇവിടൊക്കെ നമ്മളെ വീട്ടിന്റെ കാര്യങ്ങളൊക്കെ നടക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ മുത്തുനബി ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട്. ഇത് വല്ലാത്തൊരു വാക്കാണ്, വളരെ ഗൗരവത്തോടു കൂടെ നാം ഇന്ന് ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. മുത്തുനബി പറഞ്ഞു, ലഅല്ലക തുർസഖു ബിഹി, ഓ മോനെ, നീ ജോലിക്ക് പോകുന്നത് എന്നത് ശരിയാണ്, നീ അധ്വാനിക്കുന്നു എന്നതും ശരിയാണ്, പക്ഷേ നിനക്കും കൂടെ റിസ്ക് കിട്ടുന്നത്, നീ ഇത്രമാത്രം സന്തോഷിക്കുന്നത് നിന്റെ ആ മറ്റേ സഹോദരൻ ഇൽമു പഠിക്കുന്നതിന്റെ ബർക്കത്ത് കൊണ്ടാണെന്ന് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഗൗരവത്തോടു കൂടെ അദ്ദേഹത്തിന് ഉണർത്തുകയാണ്. എന്താ ഇതിൽ മനസ്സിലായത്? ജോലിക്ക് പോകുന്ന നീ ജോലിക്ക് പോയിക്കോ, പക്ഷേ നിന്റെ സഹോദരൻ ഇൽമു പഠിക്കുന്ന സഹോദരനെ അതൊന്നും മുടക്കാൻ നിൽക്കണ്ട എന്ന് മുത്തുനബി പറയാണ്. നിനക്കും കൂടെ അതിൽ ബർക്കത്ത് കിട്ടുന്നത് ഇദ്ദേഹത്തിന്റെ ഇൽമിന്റെ ബർക്കത്ത് കൊണ്ടാണെന്ന്. ഈ സന്ദർഭം നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന ഒരു വിഷയമാണ്. അതേ കുടുംബത്തിലെ മറ്റുള്ള എല്ലാ ജ്യേഷ്ഠന്മാരും മറ്റുള്ള എല്ലാ ആൺമക്കളൊക്കെയും ജോലി ചെയ്യുമ്പോൾ, പണങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ, അതിൽ ഒരാൾ ഇൽമു പഠിക്കുമ്പോൾ അദ്ദേഹത്തിന് മുടക്കാൻ വേണ്ടി ചില ജ്യേഷ്ഠന്മാരോ സഹോദരങ്ങളോ ചിലപ്പോൾ മാതാപിതാക്കൾ തന്നെ മുടക്കാൻ നോക്കുന്നുണ്ട്. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. ചിലപ്പോൾ ആ കുടുംബത്തിൽ തന്നെ ബർക്കത്തുണ്ടാകാനും നിയമത്ത് കിട്ടാനും ആ ഇൽമു പഠിക്കുന്ന മുതഅല്ലിമിനെ കൊണ്ടാണെന്നാണ് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. മറ്റുള്ളവർക്ക് ജോലി പോകുന്നവർക്ക് പോകട്ടെ, നമ്മുടെ കൂട്ടത്തിൽ ഇതെങ്കിലും ഒരാൾ പഠിക്കുന്നുണ്ടല്ലോ, അപ്പൊ അദ്ദേഹത്തിനേക്ക് നമ്മളെല്ലാവരും സഹായിക്കുക, പ്രോത്സാഹിപ്പിക്കുക. അപ്പോൾ പഠിക്കുന്നൊരു മുതഅല്ലിമിനെ എല്ലാവരും പരിഗണിച്ചാൽ, വീട്ടുകാർ പരിഗണിച്ചാൽ, മാതാപിതാക്കൾ പരിഗണിച്ചാൽ, അതേ ജ്യേഷ്ഠാനുജന്മാർ പരിഗണിച്ചാൽ തീർച്ചയായും ആ മുതഅല്ലിമിന് സന്തോഷമുണ്ടാകും. അവൻ നല്ല നിലക്ക് പഠിക്കും. എല്ലാവരും അവനെ നിസ്സാരപ്പെടുത്തുമ്പോൾ അത് നിബാവാൻ സാധ്യതയുണ്ട്. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. നമുക്കൊക്കെയും നമ്മുടെ കുടുംബത്തിലൊക്കെയും ബർക്കത്തുണ്ടാകാൻ കാരണക്കാരാണ് ഇത്തരത്തിലുള്ള മുതഅല്ലിമീങ്ങൾ എന്നുള്ള ആ വലിയ ബോധം, ഗൗരവമുള്ള ആ ചിന്ത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അതാണ് ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്. അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ ബർക്കത്ത് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.